ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെണ്ടക്ക ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ വലിയ വെണ്ടയ്ക്കയാണെങ്കിൽ നിങ്ങൾ ഒരു വെണ്ടയ്ക്ക 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 2 പീസ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് ചേർക്കാമെന്ന് മാത്രം കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ജീര പൗഡറാണ്. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൻ്റെ ജീരകം പൊടിച്ചെടുത്തതാണിത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ചേർക്കുന്നത് വെച്ചാൽ ഈ ഒരു പൊടിയൊക്കെ ഈ ഒരു വെണ്ടയ്ക്കയിൽ നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പൊടി ഐറ്റംസ് അല്ലേ ഓരോ സൈഡിലായിട്ട് കട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കാരണം ഈ ഒരു മസാല ഈ ഒരു വെണ്ടയ്ക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മസാല വെണ്ടയ്ക്കയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തമായിട്ട് കവറാവില്ല കേട്ടോ നമ്മുടെ ഈ ഒരു മസാല. കാരണം നമ്മൾ കുറച്ച് മസാല ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കിട്ടുക കേട്ടോ. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള വെണ്ടയ്ക്ക നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്